ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. അപ്പോൾ ഇത് നമ്മുടെ അമ്മ പേരമരമാണ് കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിലേ നമ്മൾ ഈ പേരമരത്തിൻ്റെ അടുത്ത് വന്ന് പേരയ്ക്ക കഴിക്കലും പേരമരത്തിൽ കയറലൊക്കെ പതിവായിരുന്നു. വെക്കേഷൻ്റെ സമയത്ത് പിന്നെ പറയേ വേണ്ട കേട്ടോ. എന്നും നമ്മൾ പുഴയിൽ പോയി കുളിക്കും. അത് കഴിഞ്ഞാൽ ഓടി വന്ന് നമ്മുടെ പേരമരത്തിൽ കയറും. അതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടി. പിന്നെ പേരയ്ക്കേൻ്റെ സീസൺ ആകുമ്പോൾ പറയേ വേണ്ട, അടിപൊളി ടേസ്റ്റി പേരയ്ക്ക പഴങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ അമ്മ പേരമരത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല വലിയ പേരയ്ക്കാപ്പഴങ്ങളായിരിക്കും കേട്ടോ. അങ്ങനെ ഇഷ്ടം പോലെ പേരയ്ക്കാപ്പഴങ്ങൾ നമ്മുടെ പേരമരം നമുക്ക് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ പേരമരത്തിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ ഷോളും കൊണ്ടൊക്കെ വന്നിട്ട് ഊഞ്ഞാൽ പോലെ കെട്ടിയിട്ട് ഊഞ്ഞാൽ ഇങ്ങനെ ആടുമായിരുന്നു കേട്ടോ. അത് വലിയൊരു പതിവായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ ഗായ്സ്. ഇപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിൽ അടയ്ക്ക പറിക്കുന്ന സമയത്ത് ഫുഡെല്ലാം നമ്മൾ ഇങ്ങോട്ടാണ് എടുക്കാറുള്ളത്. എന്നിട്ട് നമ്മുടെ പേരമരത്തിൻ്റെ ചോട്ടിലിരുന്നാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അത് അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഇപ്പം വേറെ ഒരു ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട് എനിക്ക് പേരമരത്തിൻ്റെ കാര്യത്തിൽ. അതെന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരുപാട് പേര് നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ പറമ്പിൽ വരും. പേരയ്ക്ക പറിക്കുന്നതിനോട് ഒരു കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ പേരമരത്തിന് ഒരുപാട് ഉപദ്രവിക്കും. നമ്മൾ ഒരു പ്രാവശ്യം വന്ന സമയത്ത് ഒരുപാട് കൊമ്പുകളൊക്കെ വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മേത്തുള്ള ആ ഒരു തൊലിയൊക്കെ ഇങ്ങനെ ചീകി 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 എന്താ പറയുക, ഒരു മരത്തിനോട് ചെയ്യാൻ പാടില്ലാത്ത എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കൊമ്പെല്ലാം കളഞ്ഞ് പേരയ്ക്കകളെല്ലാം പറിച്ചു കളഞ്ഞ് അങ്ങനെ ഒരുപാട് ക്രൂരതകൾ നമ്മുടെ പേരമരത്തിനോട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ആ ചെയ്തവരെയൊക്കെ ഒരു നിമിഷം ഞാൻ പ്രാഗി വരെ പോയിട്ടുണ്ട്. ഉള്ള കാര്യം പറയാലോ. ഇപ്പോഴും അതുപോലെ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓടി വന്ന് നോക്കുമ്പോൾ ആരെയും കാണുമില്ല. അങ്ങനെ ഞാൻ നമ്മുടെ പേരമരത്തിന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ കുട്ടി ഇതേ എന്നെ കണ്ട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനും പേരമരത്തിൽ കയറണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെ കയറാനാണല്ലേ. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞിക്കുട്ടി പേരമരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്.